2026 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നിലനിർത്താൻ നാടൊട്ടുക്കും പടയൊരുക്കം നടത്തുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വൻ തിരിച്ചടി. ടീമിലെ പ്രമുഖ പേസർമാരായ ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയും പരിക്കിന്റെ പിടിയിൽ. ഇവരെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യ നിർബന്ധിതരാകുന്നു. എന്നാൽ അതിലും ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ലോകകപ്പ് ഹീറോയായ സഞ്ജു സാംസൺ ടീമിലുണ്ടായിട്ടും 15-കാരനായ വൈഭവ് സൂര്യവംശിക്കായി സഞ്ജുവിനെ ബെഞ്ചിലിരുത്താൻ നീക്കം നടക്കുന്നു. ഏഷ്യൻ ഗെയിംസ് കിരീടം നിലനിർത്താൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഈ അപ്രതീക്ഷിത പരിക്കുകളും ടീം സെലക്ഷനിലെ വിവാദ തീരുമാനങ്ങളും ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളെ ബാധിക്കുമോ? മായങ്ക് യാദവും പ്രിൻസ് യാദവും ഉൾപ്പെടുന്ന പുതിയ ബൗളിംഗ് അറ്റാക്കുമായി ഇന്ത്യ തരംഗം സൃഷ്ടിക്കുമോ? ഈ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമായി ഇന്ത്യയുടെ ആ ശക്തമായ പ്ലേയിങ് 11-ലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുന്നത് രണ്ട് വിനാശകാരികളായ ഇടങ്കയ്യൻ ബാറ്റർമാരാണ്, അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും. സിംബാബ്വേക്കെതിരായ T20 പരമ്പരയിൽ അവിശ്വസനീയമായ പ്രകടനം പുറത്തെടുത്ത 15-കാരനായ വൈഭവ് സൂര്യവംശിയെ പുറത്തിരുത്താൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് തീരെ തയ്യാറല്ല. കൂടുതൽ അവസരങ്ങൾ നൽകി ഈ യുവപ്രതിഭയെ ഭാവിയിലേക്ക് വളർത്തിയെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വൻ അനീതിയാണെന്ന് പറയാതെ വയ്യ. വൈഭവിനെയും അഭിഷേകിനെയും ഓപ്പണിംഗിൽ ഉറപ്പിക്കുന്നതോടെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ നിന്ന് പുറത്താകുന്നു. സഞ്ജു ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയാണെങ്കിലും സമീപകാലത്തെ കണക്കുകൾ മാത്രം നിരത്തി സഞ്ജുവിനെ പൂട്ടാനാണ് മാനേജ്മെന്റിന്റെ നീക്കം. അതേസമയം പരിശീലകൻ ഗൗതം ഗംഭീറിന്റെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും തീരുമാനം ഈ വിഷയത്തിൽ തികച്ചും നിർണായകമായിരിക്കും. ഇനി ഇന്ത്യൻ ടീമിന്റെ മിഡിൽ ഓർഡറിലേക്ക് വന്നാൽ 3-ാം നമ്പറിൽ നിലവിലെ 1-ാം നമ്പർ T20 ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ കളിക്കും. സ്ഥിരതയോടെ റൺസ് കണ്ടെത്തുന്ന ഇഷാന് മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. 4-ാം നമ്പറിൽ നായകൻ ശ്രേയസ് അയ്യർ എത്തുമ്പോൾ 5-ാം നമ്പറിൽ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ കളിക്കും. 5-ാം നമ്പറിൽ തിലകിന് നിർണായക റോൾ ഉണ്ടെങ്കിലും താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും ടീമിന് തിരിച്ചടിയാകുന്നുണ്ടെന്ന വിമർശനം ശക്തമാണ്. 6-ാം നമ്പറിൽ ഫിനിഷറുടെ റോളിൽ ആക്രമിച്ചു കളിക്കാൻ ശിവം ദുബെ എത്തും. എന്നാൽ ദുബെയുടെ പ്രകടനങ്ങളിലെ സ്ഥിരതയില്ലായ്മയും പരിക്കിന്റെ പിടിയിലായ നിതീഷ് കുമാർ റെഡ്ഡിയുടെ അഭാവവും ഇന്ത്യക്ക് ചെറിയ ആശങ്കകൾ സമ്മാനിക്കുന്നുണ്ട്. 7-ാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ യഥാർത്ഥ പ്രതിസന്ധി തുടങ്ങുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലാണ്. വാഷിംഗ്ടൺ സുന്ദർ നേരത്തെ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു. ഇപ്പോൾ ജസ്പ്രീത് ബുംറയ്ക്കും ഹർഷിത് റാണയ്ക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിട്ടതോടെ ഇവർക്ക് വിശ്രമം നൽകാനാണ് ഇന്ത്യയുടെ നീക്കം. പകരം 8-ാം നമ്പറിൽ എക്സ്പ്രസ് പേസർ മായങ്ക് യാദവും 9-ാം നമ്പറിൽ പ്രിൻസ് യാദവും അല്ലെങ്കിൽ ഗുർനൂർ ബ്രാറും ടീമിലേക്ക് എത്താൻ സാധ്യതയേറി. 10-ാം നമ്പറിൽ ഇടങ്കയ്യൻ പേസ് അറ്റാക്ക് നയിക്കാൻ അർഷദീപ് സിംഗും 11-ാമനായി മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയും എത്തുന്നതോടെ ഇന്ത്യയുടെ ബൗളിംഗ് നിര തികച്ചും പുതുമയുള്ളതായി മാറും. അങ്ങനെ വരുമ്പോൾ 2026 ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യയുടെ ശക്തമായ സാധ്യതാ 11 ഇതായിരിക്കും: അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി, ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, തിലക് വർമ്മ, ശിവം ദുബെ, അക്സർ പട്ടേൽ, മായങ്ക് യാദവ്, പ്രിൻസ് യാദവ്, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ബുംറയുടെയും റാണയുടെയും അഭാവം ബൗളിംഗിന്റെ മൂർച്ച കുറയ്ക്കുമെങ്കിലും ഈ യുവനിരയ്ക്ക് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടരാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. കൂട്ടുകാരെ, ടീമിലെ ഈ വൻ പരിക്കുകളും മാറ്റങ്ങളും ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ സാധ്യതകളെ ബാധിക്കുമോ? സഞ്ജു സാംസണെ പുറത്തിരുത്തി 15-കാരൻ വൈഭവിന് അവസരം നൽകുന്ന ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസണെയും ഇന്ത്യൻ ടീമിനെയും സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ ഇതുപോലെയുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾക്കും വിശകലനങ്ങൾക്കുമായി നമ്മുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.